Welcome to today's class of switch statements in C++. First, let's see what is switch statement. Switch statement is a selection statement which successively tests the value of a variable or an expression against a list of integers or character constants. ഇതൊരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് വിച്ച് സക്സസീവ്ലി ടെസ്റ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ. നമ്മളൊരു വാല്യൂ കൊടുക്കും, അല്ലെങ്കിൽ ഒരു വാല്യൂ ഒരു വേരിയബിൾ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കും. അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും അഗെയിൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഓർ ക്യാരക്ടർ കോൺസ്റ്റൻസ്. കുറേ ക്യാരക്ടർ കോൺസ്റ്റൻസിൽ നിന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻ അതിൻ്റെ വാല്യൂവിനെ പല ടെസ്റ്റുകൾ കൊണ്ട് കണ്ടുപിടിച്ച് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദിസ് എ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സക്സസീവ്ലി ടെസ്റ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ എഗൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഓർ ക്യാരക്ടർ കോൺസ്റ്റൻസ്. ഇപ്പോൾ ഇൻറ്റീജേഴ്സ് ആയാലും ക്യാരക്ടർ കോൺസ്റ്റൻസ് ആയാലും അതിനോട് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാല്യൂ ഓഫ് ദി വേരിയബിൾ ആൻഡ് എക്സ്പ്രഷൻ കണ്ടെത്താൻ അതിനെ ടെസ്റ്റ് ചെയ്യും. പിന്നെ അഗെയിൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് വിൽ ബി ഹാവിങ് മെനി ഇൻറ്റീജേഴ്സ് വിത്ത് us or many character constants with us. The values of the variable which we are giving are compared with the integers or character constants. ആദ്യം നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് സിൻടാക്സ് നോക്കാം. ഓക്കെ, അത് എഴുതുമ്പം സ്വിച്ച് എക്സ്പ്രഷൻ കേസ് കോൺസ്റ്റൻറ്റ് 1, ദാറ്റ് ഈസ് the value within this bracket, that is the expression value which is given along with switch, that is compared with constant 1. So if both are same, if this expression and constant 1 are same, അങ്ങനെയാണെങ്കിൽ block 1 statement execute ചെയ്യും. ഓക്കെ, അതായത് ഇതൊരു തരം ഒരു ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലാണ്. സോ സ്വിച്ച് ബ്രാക്കറ്റിൽ നമ്മളൊരു വാല്യൂ കൊടുക്കും. ആ വാല്യൂ നമ്മൾ നേരത്തെ വാങ്ങിക്കുന്നുണ്ടാവും. ആ എക്സ്പ്രഷൻ കേസ് കോൺസ്റ്റൻറ്റ് 1, ദാറ്റ് ഈസ് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. കോൺസ്റ്റൻറ്റ് 1 എക്സ്പ്രഷനും കൂടെ കമ്പയർ ചെയ്യും. ഇഫ് ബോത്ത് ആർ സെയിം ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് അല്ല എന്നുണ്ടെങ്കിൽ എന്താ, അടുത്ത കോൺസ്റ്റൻറ്റ് 2 ആണോ എന്ന് നോക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഇത് പോകും. ഇനിയും ഇതൊന്നുമല്ലാതെ വേറെ എന്തെങ്കിലും വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടിൽ വരും. എന്നിട്ട് ബ്ലോക്ക് n എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഈ ഒരു കോൺസ്റ്റൻറ്റ് 1 ആണെങ്കിൽ, അതായത് എക്സ്പ്രഷൻ ഇറ്റ്സ് ബീങ് കമ്പയർഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് 1, കേസ് കോൺസ്റ്റൻറ്റ് 1 അല്ലേ, കോൺസ്റ്റൻറ്റ് 1 കമ്പയർ ചെയ്യും. ആ കോൺസ്റ്റൻറ്റ് 1 കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത്ര നമുക്കറിയാം. അത് കഴിഞ്ഞ് നാച്ചുറലി കമ്പ്യൂട്ടർ വിൽ എക്സിക്യൂട്ട് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനറിയില്ല നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു ഇനി ഇവിടെ നിർത്തണം, അതിനൊന്നും അറിയില്ല. സോ യു ഹാവ് ടു ടെൽ ഇറ്റ് ദാറ്റ് ബ്രേക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. ആൻഡ് ദെൻ ഇറ്റ് വിൽ ജമ്പ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. ഈ ലൂപ്പിൻ്റെ അടിയിൽ എന്താണോ അവിടെ അത് വന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിഫോൾട്ടിന് ബ്രേക്കിൻ്റെ കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നാച്ചുറലി അത് കഴിഞ്ഞ് അതിന് പുറത്ത് പോകുന്നോളും. സോ പ്രത്യേകിച്ചൊരു ബ്രേക്കിൻ്റെ കാര്യം ഇല്ല. Let's see an example for switch statement. That is print days of a week. നമ്മൾ ഡേയ്സ് പ്രിൻറ്റ് ചെയ്യാൻ പോകണം. ഒരു വീക്കിൻ്റെ ഡേയ്സ് പ്രിൻറ്റ് ചെയ്യാൻ പോകണം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അതാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ബേസ്ഡ് ഓൺ ദ വാല്യൂ വിച്ച് യു ഗിവ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നമ്പേഴ്സ് കൊടുക്കും.
ആ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീക്ക് പ്രിൻ്റ് ആയിട്ട് വരും. നെയിം ഓഫ് ദ വീക്ക് പ്രിൻ്റ് ആയിട്ട് വരും. നിങ്ങൾ കൊടുക്കുന്നത് 1 ആണെങ്കിൽ സൺഡേ പ്രിൻ്റ് ചെയ്യണം, 2 ആണെങ്കിൽ മൺഡേ പ്രിൻ്റ് ചെയ്യണം, 3 ആണെങ്കിൽ ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യണം, അതേപോലെ 7 ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ പ്രിൻ്റ് ചെയ്യണം. 1 to 7 ആണെങ്കിൽ വീക്ക് ഡേയ്സ് എല്ലാം പ്രിൻ്റ് ചെയ്യണം. ഇനി ഇതൊന്നുമല്ലാതെ വേറെ ഒരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ റോങ് എൻട്രി എന്ന് പറഞ്ഞ് എഴുതി, അല്ലെങ്കിൽ റോങ് ഇൻപുട്ട് എന്നോ എന്തെങ്കിലും പറഞ്ഞ് എഴുതി അത് സ്വിച്ചിൽ നിന്നും പുറത്തു വരണം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മളിപ്പം എഴുതാൻ പോകുന്നത്. നമുക്കിവിടെ വരെ അറിയാം. അതായത് ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് വരെ വിനു, അത് കഴിഞ്ഞിട്ട് നമ്പറല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. ആ നമ്പറിന് ഞാനൊരു പേര് കൊടുത്തു ഡേ എന്ന് പറഞ്ഞിട്ട്. സോ അത് ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തു. എൻ്റർ എ നമ്പർ സ്ക്രീനിൽ വന്നു. സോ യു ഗേവ് എനി നമ്പർ, നമ്മൾ ഏതോ ഒരു നമ്പർ കൊടുത്തു. വിച്ച് നമ്പർ യു നീഡ്, ഏത് പ്രിൻറ്റ് ചെയ്യണം അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് യു ഗേവ് എ നമ്പർ. ദെൻ സ്വിച്ച് ബ്രാക്കറ്റിൽ ഡേ, ദാറ്റ് ഈസ് വിച്ച് യു ഹാവ് റിസീവ്ഡ്, ഇൻപുട്ട് ആ മേടിച്ച ആ പേര് തന്നെ നമ്മളിവിടെ കൊടുത്തു. ബിക്കോസ് ബേസ്ഡ് ഓൺ ദ ഡേ, ആ ഡേയുടെ വാല്യൂവിൻ്റെ അനുസരിച്ചാണ് നമുക്ക് വീക്സ് വീക്ക് ഡേ നെയിം ഓഫ് ദ വീക്സ് നെയിം ഓഫ് ദ ഡേയ്സ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ ആ ഡേ കൊടുത്തത്. ഇനിയും അത് കഴിഞ്ഞ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കേസ് 1, ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 1 to 7 ഇതല്ലാതെ എന്തെങ്കിലും. സോ ആദ്യമേ നമ്മൾ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കണം, 2 ആണെങ്കിൽ എന്ത് സംഭവിക്കണം, അങ്ങനെ എഴുതണം. സോ കേസ് 1 നമ്മൾ കൊടുത്തത് 1 ആണെങ്കിൽ സൺഡേ പ്രിൻറ്റ് ചെയ്യും, അതിന് ബ്രേക്ക് ചെയ്യും. കണ്ടോ, നമ്മൾ കൊടുത്ത 1 ആണെങ്കിൽ സൺഡേ പ്രിൻറ്റ് ചെയ്ത ശേഷം ബ്രേക്ക് ചെയ്ത് അത് സ്വിച്ചിൻ്റെ പുറത്ത് വരും. അങ്ങനെ 2, 3, 4, 5, 6, 7 ആണെങ്കിൽ സാറ്റർഡേ പ്രിൻറ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്ത് പുറത്ത് വരും. ഇനി ഇതൊന്നുമല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്താ, നേരെ ഇതാണോ 1 ആണോ നോക്കും, അല്ല 2 ആണോ നോക്കും, അല്ല അങ്ങനെ 7 ആണോ നോക്കും, അല്ല. സോ നാച്ചുറലി ഇറ്റ് വിൽ കം ടു ഡിഫോൾട്ട് ആൻഡ് ഇറ്റ് വിൽ പ്രിൻറ്റ് റോങ് ഇൻപുട്ട്, പുറത്ത് വരും, ആൻഡ് ദെൻ റിട്ടേൺ 0. സോ ദിസ് ഇസ് the program to print days of a week using switch statement. Okay. അടുത്ത question, program to build a simple calculator using switch statement. നമ്മളൊരു നോർമൽ കാൽക്കുലേറ്റർ ചെയ്യാൻ പോകണം. അത് അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ ആ 4 ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ നമ്മൾ സ്വിച്ച് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പോകണം. സോ നമുക്ക് ആസ് യൂഷ്വൽ ഇൻറ്റു മെയിൻ ബ്രാക്കറ്റ്, ഇവിടെ നമുക്ക് ആ മെയിനായിട്ട് അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാൽക്കുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഓപ്പറേറ്റേഴ്സിൻ്റെ ബേസ് ചെയ്തായിരിക്കും കാൽക്കുലേഷൻ. അഡിഷൻ വേണോ സബ്ട്രാക്ഷൻ വേണോ അങ്ങനെ വേരി ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ആർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്, ഓപ്പറേറ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ്, വാല്യൂസിനല്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യാർ OP, അതായത് നമ്മൾ ആ ഓപ്പറേറ്ററിന് കൊടുത്ത പേരാണ് OP, അത് ക്യാരക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തു. നമ്മൾ പറഞ്ഞു തരുന്നത് സിമ്പിൾസ് എല്ലാം ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ക്യാർ OP. ഇനി നമ്മൾ കൊടുത്ത നമ്പർ 1 and 2 അത് നമ്മൾ ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. നമുക്കറിയാം ഫ്ലോട്ട് കൊടുത്താലുള്ള ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോൾ നമ്പറും ഫ്ലോട്ടും രണ്ടും ആക്സെപ്റ്റ് ചെയ്തോളൂ. ഹോൾ നമ്പറാണ് കൊടുക്കുന്നെങ്കിൽ 0.0 വെച്ച് അത് തനിയൊരു ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്ത് അതത് മാനേജ് ചെയ്തോളൂ. സോ ഫ്ലോട്ടായിട്ട് ഇവിടെ കൊടുത്തു. സി ഔട്ട് എൻ്റർ ആൻ ഓപ്പറേറ്റർ. സോ നമ്മൾ ഓപ്പറേറ്റർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. സോ ഇറ്റ് ക്യാൻ ബി പ്ലസ് മൈനസ് ഇൻറ്റു ബൈ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ C out enter the operands, എന്നിട്ട് നമ്മളിവിടെ C in num1 and num2. So you got the values also. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റേഴ്സും കിട്ടി, വാല്യൂസും കിട്ടി. അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ വന്നു. സ്വിച്ച് OP, ഇവിടെ നമ്മൾ OP കൊടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ OP ആണ് നമ്മളിവിടെ ആക്ച്വലി ആ എക്സിക്യൂഷൻ നടന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ OP എന്ന് പറയുന്ന ക്യാരക്ടർ ഡിക്ലെയർ ചെയ്ത ക്യാരക്ടർ നമ്മളിവിടെ കൊടുത്തത്. സോ ക്യാർ OP ആൻഡ് ദെൻ കേസ് പ്ലസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് കോട്ട്സിൻ്റെ ഉള്ളിൽ പ്ലസ് മൈനസ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. സോ കേസ് പ്ലസ് ആണെങ്കിൽ
എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്? സി ഔട്ട് num1 ആദ്യത്തെ നമ്പർ പ്ലസ് അതുപോലെ പ്രിൻറ്റ് ചെയ്യും num2ൻ്റെ വാല്യൂ is equal to num1 plus num2. That is, if the numbers you are giving num1 as 5, നമ്മളിപ്പോൾ കൊടുത്തത് num1 5 ആണ്, num2 4 ആണെങ്കിൽ it will print, ഇപ്പം നമുക്ക് എങ്ങനെ വരും? 5.0 അല്ലേ, 5.0 and then it will print plus 4.0 is equal to 9.0. ഓക്കെ, അതാണ് num1 plus num2 is equal to num3. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ 1.2 ആണ് കൊടുക്കുന്നതെങ്കിൽ 1.2 നമ്മളിപ്പോൾ കൊടുത്തു. ഇപ്പോൾ സപ്പോസ് 1.5 പ്ലസ് 1.3 is equal to എങ്ങനെ വരുന്നത്? 2.8 നമുക്കവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. സോ ദിസ് വേ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് വരും, അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റു വരും, അല്ലെങ്കിൽ നമുക്ക് ബൈ വരും. സോ ഇത്രയും വാല്യൂസിൻ്റെ അനുസരിച്ച് നമുക്ക് ഏത് ഓപ്പറേറ്റർ ആണോ അതിൻ്റെ അനുസരിച്ച് വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഇനി ഇത് 4 കൊടുത്തത്, അതായത് പ്ലസും മൈനസും ഇൻറ്റുവും ബൈയും അല്ല കൊടുത്തെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റോങ് ഇൻപുട്ട് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തിങ്ങ് പുറത്ത് വരും. സോ ദിസ് ഈസ് ഹൗ കാൽക്കുലേറ്റർ ക്യാൻ ബി ബിൽഡ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നമ്മൾ അതിൻ്റെ സിൻടാക്സ് കണ്ടു. സ്വിച്ച്, എക്സ്പ്രഷൻ, അതിനുശേഷം കേസ് കോൺസ്റ്റൻറ്റ് 1, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക്, കേസ് കോൺസ്റ്റൻറ്റ് 2, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക്, പിന്നെ ഏറ്റവും അവസാനം ഡിഫോൾട്ട്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് അത് എന്താണോ ചെയ്യുന്നത് അത് ചെയ്ത ശേഷം ജമ്പ് ചെയ്ത് സ്വിച്ചിൽ നിന്നും പുറത്ത് വരാനാണ് നമ്മളവിടെ പറയുന്നത്. സോ ബ്രേക്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് function. A break is an important item which is being used in this. ബ്രേക്കിന് ഒരുപാട് യൂസ് ഉണ്ട്, കാരണം അത് അവിടെ വെച്ച് കട്ട് ചെയ്യുക. ബ്രേക്ക് കൊടുക്കാതെ പോകുന്നെങ്കിൽ നാച്ചുറലി ഇറ്റ് കം ടു ദ നെക്സ്റ്റ്, അങ്ങനെ താഴെ പോകും. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനിയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് 2 പ്രോഗ്രാം കണ്ടു. ഡേയ്സ് ഓഫ് എ വീക്ക് പ്രിൻറ്റ് ചെയ്യാനും കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്യാനും. അപ്പോൾ മന്ത് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നെയിം ഓഫ് ദ മന്ത്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കേസ് 1 ജനുവരി, കേസ് 2 ഫെബ്രുവരി, അങ്ങനെ നമ്മൾ 12 എണ്ണം എഴുതണം. കേസ് 12 ഡിസംബർ എഴുതിയ ശേഷം ഡിഫോൾട്ട് റോങ് എൻട്രി എഴുതുക, എന്നിട്ട് പുറത്ത് വരുന്നതായിട്ട് കാണിക്കാം. സോ സ്വിച്ച് C++ൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, ഇത്രയും പോർഷൻ, ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.